വെറും 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനത്തെ തന്നെ മാറ്റിമറിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് അഥവാ UPI. പക്ഷേ ഇപ്പോൾ UPI ഒരു പുതിയ വഴിത്തിരിവിലാണ്. വിപണിയിലെ കുത്തകയും ചെലവുകളും മറികടക്കാൻ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ് UPI. UPIയുടെ വളർച്ചയുടെ ചെലവ് ആര് വഹിക്കും? വ്യാപാരികളിൽ നിന്ന് MDR എന്ന ഫീസ് ഈടാക്കേണ്ടി വരുമോ? ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ ആപ്പുകളുടെ ആധിപത്യം എത്രത്തോളം തുടരും? അതിർത്തികൾ കടന്ന് UPIക്ക് ലോകത്തിൻ്റെ പേയ്മെന്റ് സംവിധാനമായി മാറാനാകുമോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2012 റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പേയ്മെന്റ് സിസ്റ്റംസ് വിഷൻ ഡോക്യുമെന്റിലായിരുന്നു ചില നിർണായക കണക്കുകൾ ഉണ്ടായിരുന്നത്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരു വർഷം നടത്തിയിരുന്നത് വെറും 6 നോൺ ക്യാഷ് ഇടപാടുകൾ മാത്രമായിരുന്നു. എന്നാൽ അന്ന് RBI മുന്നോട്ട് വച്ച പ്രതീക്ഷ എന്തായിരുന്നു? രാജ്യത്തെ ഓരോ പൗരനും മാസത്തിൽ കുറഞ്ഞത് ഒരു നോൺ ക്യാഷ് ഇടപാടെങ്കിലും നടത്തിയാൽ രാജ്യത്തെ വാർഷിക ഇടപാടുകളുടെ എണ്ണം 1200 കോടി കടക്കുമെന്നായിരുന്നു ആ കണക്കുകൂട്ടൽ. പക്ഷേ ഇന്ന് ആ കണക്കുകൾ പോലും പഴയതായി. 2025-26 ഇന്ത്യയിൽ നടന്ന ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണം 28,174 കോടിയാണ്. അതിൽ ഏകദേശം 86% UPI വഴിയാണ്. 55 കോടിയിലധികം ആളുകൾ ഇന്ന് UPI ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക്. ബാങ്കുകളും പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർമാരും ഉൾപ്പെടെ 700-ലധികം സ്ഥാപനങ്ങൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന്. UPI പെട്ടെന്ന് പിറന്ന ഒരാശയമല്ല. 2012-13 കാലത്ത് തന്നെ ഇന്ത്യയിൽ മൊബൈൽ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCAയും ചേർന്നാണ് പിന്നീട് UPI സംവിധാനത്തിന് രൂപം നൽകിയത്. അതിനു മുൻപ് തന്നെ ഇന്ത്യയിൽ IMPS ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ഉണ്ടായിരുന്നു. 2016 ഏപ്രിലിൽ UPI പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. ഓഗസ്റ്റിൽ കൂടുതൽ വ്യാപകമായി പ്രവർത്തനം തുടങ്ങി. പക്ഷേ തുടക്കത്തിൽ UPIക്ക് വലിയ ജനപ്രീതി ലഭിച്ചില്ല. 2017 ഡിസംബർ വരെയും ഒരു മാസത്തെ UPI ഇടപാടുകളുടെ മൂല്യം 10,000 കോടി രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു. 1,00,000 കോടി രൂപയുടെ മാസ ഇടപാട് മൂല്യം കടക്കാൻ പിന്നെയും ഏകദേശം ഒരു വർഷം വേണ്ടിവന്നു. UPI സാങ്കേതികമായി മികച്ചതാണെങ്കിൽ ആളുകൾ അത് വ്യാപകമായി ഉപയോഗിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യവും അതോടൊപ്പം ഉയർന്നു വന്നു. ഇവിടെയാണ് MDR എന്നൊരു വാക്ക് നിർണായകമാകുന്നത്. MDR അഥവാ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഒരു ഉപഭോക്താവ് ഡിജിറ്റലായി പണം നൽകുമ്പോൾ ആ ഇടപാട് സാധ്യമാക്കുന്ന പേയ്മെന്റ് സംവിധാനത്തിന് വ്യാപാരിയിൽ നിന്ന് ഈടാക്കുന്ന ഫീസാണ് MDR. ഉദാഹരണത്തിന്, ഒരു കടയിൽ നിങ്ങൾ ഡിജിറ്റലായി 1000 രൂപ നൽകുമ്പോൾ ആ ഇടപാട് നടത്താൻ ബാങ്ക്, പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ, പേയ്മെന്റ് ആപ്പ് തുടങ്ങിയവയ്ക്ക് ചെലവുണ്ട്. അതിനുള്ള പ്രതിഫലമാണ് MDR. പക്ഷേ UPIയെ സാധാരണക്കാരിലേക്കും ചെറുകിട വ്യാപാരികളിലേക്കും അതിവേഗം എത്തിക്കണമെങ്കിൽ അതൊരു തടസ്സമായിരുന്നു. ഫീസ് ഈടാക്കിയാൽ ചെറിയ വ്യാപാരികൾ UPI സ്വീകരിക്കാൻ മടിക്കും. 2019 നന്ദൻ നിലേകനി അധ്യക്ഷനായ ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ഡീപ്പനിങ് ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. ചെറിയ വ്യാപാരികളിൽ നിന്ന് ഡിജിറ്റൽ പേയ്മെന്റിന് ഫീസ് ഈടാക്കരുത്. പകരം സർക്കാർ MDRന് സബ്സിഡി നൽകണം. 2020 മുതൽ ചെറിയ വ്യാപാരികൾക്കുള്ള കുറഞ്ഞ മൂല്യമുള്ള UPI ഇടപാടുകൾക്ക് സർക്കാർ ഇൻസെന്റീവ് നൽകി തുടങ്ങി. ഇതോടെ UPIയുടെ വളർച്ചയ്ക്ക് വലിയ വേഗം കൈവരിക്കാൻ തുടങ്ങി. ഇതിനിടെയാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് COVID-19 മഹാമാരിയുടെ കടന്നുവരവ്. കയ്യിൽ നിന്ന് കയ്യിലേക്ക് പണം കൈമാറുന്നതും കടകളിൽ നേരിട്ടുള്ള സമ്പർക്കവും ഒഴിവാക്കാൻ ആളുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളിലേക്ക് തിരിഞ്ഞു. കടകളിൽ QR കോഡുകൾ വ്യാപകമായി. സ്കാൻ ചെയ്യൂ, പേ ചെയ്യൂ എന്നത് സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി. ചായക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ, ഓട്ടോ മുതൽ ഓൺലൈൻ ഷോപ്പിംഗ് വരെ, UPI ഇന്ത്യക്കാരുടെ ദൈനംദിന സാമ്പത്തിക ജീവിതത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ് നടത്തിയത് അങ്ങനെയാണ്. UPI വളർന്നപ്പോൾ അതിനൊപ്പം മറ്റൊരു പ്രവണതയും ശക്തമായി. UPI ഇടപാടുകളുടെ വലിയൊരു ഭാഗം ഏതാനും ആപ്പുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഫോൺപേയും ഗൂഗിൾ പേയും ചേർന്ന് 2026 ജൂലൈയിൽ നടന്ന UPI ഇടപാടുകളുടെ ഏകദേശം 80% കൈകാര്യം ചെയ്തു. ഇടപാടുകളുടെ മൂല്യം കണക്കാക്കിയാൽ അവരുടെ വിഹിതം ഏകദേശം 83%. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI എവിടെയായിരുന്നു എന്നൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും. SBIയുടെ UPI ഇടപാടുകളുടെ വിഹിതം അതേ കാലയളവിൽ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 0.1% മാത്രമായിരുന്നു. UPI ഇടപാടുകളുടെ എണ്ണം കോടിക്കണക്കിനും ആയിരക്കണക്കിനും കോടി എന്ന തോതിലേക്ക് ഉയർന്നപ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം മുന്നിലെത്തി. ഓരോ ഇടപാടിനും ചെലവുണ്ട്. സെർവർ, സൈബർ സുരക്ഷ, ബാങ്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ,
പേയ്മെൻറ്റ് പ്രോസസ്സിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം പണം വേണം. UPIയുടെ അടിസ്ഥാന സൗകര്യ ചെലവ് പ്രതിവർഷം ഏകദേശം 20,000 കോടി രൂപ വരെ എത്തുമെന്നാണ് പേയ്മെൻറ്റ് വ്യവസായത്തിലെ കണക്ക്. സർക്കാർ നൽകുന്ന സബ്സിഡി മാത്രം ഈ ചെലവുകൾ മുഴുവൻ നികത്തുന്നില്ല. അതിനാൽ പേയ്മെൻറ്റ് വ്യവസായം പറയുന്നത് UPIയുടെ അടുത്ത ഘട്ടത്തിന് പുതിയ വരുമാന മാതൃക വേണമെന്നാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വിവാദം. പേയ്മെൻറ്റ് വ്യവസായത്തിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് 2,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ വ്യാപാര ഇടപാടുകൾക്ക് MDR കൊണ്ടുവരണമെന്നാണ്. പക്ഷേ MDR കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? UPIയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ലളിതവും കുറഞ്ഞ ചെലവുള്ളതുമായ പേയ്മെൻറ്റ് എന്നതാണ്. MDR കൊണ്ടുവന്നാൽ വ്യാപാരികൾ അത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ സാധ്യതയുണ്ട്. ചില വ്യാപാരികൾ UPI സ്വീകരിക്കുന്നത് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ചെറിയ വ്യാപാരികൾക്ക് ഇത് വീണ്ടും ഭാരമാകും. UPIയുടെ അടുത്ത വലിയ സാധ്യത ഇന്ത്യക്ക് പുറത്താണ്. ഇതിനകം തന്നെ വിവിധ തലങ്ങളിൽ UPI പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ നിരവധിയാണ്. ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE, ഖത്തർ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ അതിൽപ്പെടുന്നു. പ്രത്യേകിച്ച് സിംഗപ്പൂരുമായി UPIയും അവിടുത്തെ പേനൗ സംവിധാനവും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം ശ്രദ്ധേയമാണ്. സാധാരണ അന്താരാഷ്ട്ര ബാങ്ക് ട്രാൻസ്ഫറുകൾക്ക് ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടിവരും. ചെലവും കൂടുതലാകാം. ചില സാഹചര്യങ്ങളിൽ കൈമാറുന്ന തുകയുടെ 7% വരെ ചെലവാകാം. UPIയുടെ കൈവശം ഇപ്പോൾ മറ്റൊരു വലിയ സാധ്യതയുണ്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഡേറ്റ. ഒരു ചെറിയ വ്യാപാരി എത്ര വിൽപ്പന നടത്തുന്നു, എത്ര ഇടപാടുകൾ ദിവസവും നടക്കുന്നു, വരുമാനം എത്ര, പേയ്മെൻറ്റുകളുടെ സ്ഥിരത എത്ര? ഇത്തരം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മുൻപ് ബാങ്കിംഗ് സംവിധാനത്തിൽ എളുപ്പത്തിൽ വായ്പ ലഭിക്കാത്ത ആളുകൾക്ക് ഭാവിയിൽ കൂടുതൽ കൃത്യമായ ഡിജിറ്റൽ ക്രെഡിറ്റ് നൽകാൻ കഴിയും. അതാണ് UPIയുടെ അടുത്ത വിപ്ലവം ആയേക്കാവുന്നത്. ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യയിൽ UPI എന്ന സംവിധാനം തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകം ഇന്ത്യയുടെ UPI മോഡലിനെ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം വലുതാകുമ്പോൾ അതിൻ്റെ പിന്നിലെ ഇൻഫ്രാസ്ട്രക്ചറിനും ചിലവുണ്ട്. 10 വർഷം മുൻപ് ആരംഭിച്ച UPI വിപ്ലവം ഇന്ത്യക്കാരുടെ പണം കൈമാറുന്ന രീതിയെ തന്നെ മാറ്റി. UPIയുടെ ആദ്യ ചോദ്യം എങ്ങനെ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താം എന്നായിരുന്നുവെങ്കിൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് വിപ്ലവം എങ്ങനെ സുസ്ഥിരമാക്കാം എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇതാണ് UPIയുടെ അടുത്ത 10 വർഷത്തെ യഥാർത്ഥ പരീക്ഷണം.